ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പയിനിൽ ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ ഗ്യാസ് ചേമ്പറിലിട്ട് അതിക്രൂരമായി കൊലപ്പെടുത്തിയെന്ന് പറയപ്പെടുന്നുണ്ട്. ഭൂമിയിലെ നരകം എന്ന് വിളിക്കപ്പെട്ട അവിടെ ഭയത്തിലും പുകയിലും നീറി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന തൻ്റെ ഊഴം അടുത്തതെത്താൻ പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യ കുഞ്ഞുങ്ങളുണ്ട്. അതിൽ 2800ഓളം മനുഷ്യ കുഞ്ഞുങ്ങളെ ജീവിതത്തിൻ്റെ വെളിച്ചത്തിലേക്ക് എത്തിച്ചു കൊടുത്ത കാരുണ്യത്തിൻ്റെ പ്രതീകമാണ് അയാന സെല്ലർ എന്ന് പറയുന്ന ഒരു നേഴ്സ്. കാലങ്ങൾക്ക് ശേഷം ലോകം ഈ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ഒരു ജേർണലിസ്റ്റ് അവരോട് അതിനെപ്പറ്റി ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഇത്ര ധൈര്യം എന്നുള്ളത്. അതിനവർ കൊടുത്ത മറുപടി, തൻ്റെ കുട്ടിക്കാലത്ത് നാട്ടിലൊരു മഹാമാരി പിടിക്കപ്പെട്ടു. അന്ന് തൻ്റെ അച്ഛനൊരു ഡോക്ടറാണ്. നാട്ടിലുള്ള ഡോക്ടേഴ്സൊക്കെ നാടുവിട്ട സമയത്ത് ആ അച്ഛൻ ഓരോ വീടുകളും കയറിയിറങ്ങി ഓരോ രോഗികളെയും ചികിത്സിക്കാൻ തുടങ്ങി. അവസാനം ആ നല്ല മനുഷ്യനെയും ആ രോഗം പിടിക്കപ്പെട്ടു. അങ്ങനെ മരണത്തിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുന്ന സമയത്ത് ആ അച്ഛൻ തൻ്റെ മകളോട് പറയുകയുണ്ടായി, തൻ്റെ മുന്നിൽ ഒരാൾ മുങ്ങി മരിക്കാൻ കിടക്കുകയാണെങ്കിൽ കൂടി തനിക്ക് നീന്തൽ അറിയില്ലെങ്കിൽ കൂടി വെള്ളത്തിലേക്ക് എടുത്ത് ചാടണം. കാരുണ്യത്തിൻ്റെ ഒരു പ്രവൃത്തിയിൽ നിന്ന് തൻ്റെ ജീവൻ നഷ്ടമാവുമോ എന്ന് ഭയപ്പെട്ടിട്ട് നീ അവിടെ നിന്ന് പിന്മാറരുതെന്നുള്ളത്. ആ അച്ഛൻ്റെ ആ വാക്കുകളാണ് 2800ഓളം മനുഷ്യജന്മങ്ങൾക്ക് വീണ്ടും തിരികൊളുത്തിക്കൊണ്ട് ഭൂമിയിലേക്ക് എത്തിച്ചത്. ഒരു മനുഷ്യഹൃദയം കാരുണ്യം തിരിച്ചറിയുമ്പോൾ, ധൈര്യം ആർജിച്ചെടുക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ്, എവിടെയൊക്കെ വെളിച്ചം കൊണ്ടെത്തിക്കാൻ കഴിയും എന്നുള്ളത് ലോകത്തിന് തിരിച്ചറിവുണ്ടാക്കി കൊടുത്തത് ആ ലേഡിയാണ്.